ലോക ചരിത്രത്തിൽ തന്നെ ഞെട്ടിച്ചിട്ടുള്ള ഒരു നായയുടെ കഥയാണ് നമ്മളെന്ന് പറയുന്നത്. ഈ കഥ നടക്കുന്നത് ജപ്പാനിലാണ്. ജപ്പാനിലെ 1920 കാലഘട്ടത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ജപ്പാനിൽ പ്രൊഫസറായിട്ട് ജോലി ചെയ്ത് നോക്കിയിരുന്ന ഹിദേസാബുറോ യൂനോ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വീട്ടിൽ അക്കിത ഇനത്തിൽപ്പെട്ടൊരു ഡോഗ് ഉണ്ടായിരുന്നു. ദിവസവും രാവിലെ ഈ പ്രൊഫസറെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വിടാനായിട്ട് ഈ നായക്കുട്ടി കൂടെ പോവുകയും അതേപോലെ തന്നെ ഇദ്ദേഹം തിരിച്ചു വരുന്നതും കാത്ത് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയും ഈ നായ ചെയ്യുമായിരുന്നു. അത് ഈ നായക്കുട്ടിയുടെ ശീലമായിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ പ്രൊഫസർ ക്ലാസ് എടുക്കുന്നിടയിൽ ഹൃദയാഘാതം മൂലം മരണപ്പെടുകയുണ്ടായി. പിന്നീട് നടന്ന സംഭവമാണ് ചരിത്രമായത്. സ്വന്തം യജമാന്റെ മരണമറിയാത്ത ഈ നായ യജമാനെയും കാത്ത് എല്ലാ ദിവസവും ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കാത്തിരിക്കുന്നുണ്ടായി. ഏകദേശം 9 വർഷത്തോളമാണ് ഈ നായ യജമാനെയും കാത്തിരുന്നത്. മഴയും വെയിലും ഒന്നൊരു പ്രശ്നമില്ലാണ്ട് എല്ലാ ദിവസവും 9 വർഷവും 9 മാസത്തോളം, അതായത് ഈ നായ മരിക്കും വരെ സ്വന്തം യജമാനെയും കാത്ത് റെയിൽവേ സ്റ്റേഷന്റെ വാതിക്കൽ കാത്തു നിന്നിട്ടുള്ളത്. പിന്നീട് അവിടെയുള്ള ജപ്പാനിലെ ആളുകൾ ഈ നായയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ നിരന്തരമായിട്ട് ഈ ഒരു നായ റെയിൽവേ സ്റ്റേഷന് വാതിക്ക് കാത്തേക്കുന്നത് ആൾക്കാർ കാണാൻ തുടങ്ങി, ശ്രദ്ധയിൽപ്പെടാൻ തുടങ്ങി. പിന്നീട് ഈ ഒരു വാർത്തയും കാര്യങ്ങളും അന്നത്തെ കാലത്തുള്ള ന്യൂസ് പേപ്പറിലും കാര്യങ്ങളിലൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ 1935 ഈ ഒരു നായ കാത്തേക്കുന്ന സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു തെരുവിൽ മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് അവിടെയുള്ള ആളുകൾ വീണ്ടും കണ്ടത്. ജപ്പാനിലെ ആളുകൾ ഈ ഒരു നായയെ കാണുന്നത് വിശ്വസ്തയുടെ പ്രതീകമായിട്ടാണ്. ഈ നായയുടെ പേര് ഹാച്ചിക്കോ എന്നാണ്. അപ്പൊ ഒരുപാട് പേർക്ക് അറിയാൻ പറ്റിയ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ, ഒരുപാട് സിനിമകളും ഈ സ്റ്റോറി വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നും ഷിബുയ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഈ നായയുടെ ഒരു സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഒരു അരമണിക്കൂർ പോലും നമുക്ക് വേണ്ടി ആരും കാത്തിരിക്കാത്ത ഈ ഒരു കാലത്ത് 9 വർഷമാണ് സ്വന്തം യജമാനു വേണ്ടി ഈ ഒരു നായ കാത്തുനിന്നത്.